അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നമ്മൾ എന്താ പഠിക്കണേ? ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാ തിങ്കളാഴ്ച ദിവസം നമ്മൾ എന്താ പഠിക്കണേ? ഓർമ്മയുണ്ടോ? കമന്റ് ചെയ്യും മനുഷ്യരെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ചരിത്ര പഠനമാണ്. ഓരോ മഹാന്മാരെ കുറിച്ചും മഹദികളെ കുറിച്ചുള്ള ചരിത്ര പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഷെയ്ഖുൽ അംബിയ, പ്രവാചകന്മാരുടെ ഷെയ്ഖ് എന്നറിയപ്പെടുന്ന നൂഹ് നബിയുടെ ചരിത്രമാണ്. വളരെ കുറഞ്ഞ സമയത്തിൽ വിശാലമായ ചർച്ചയുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ലോകത്ത് സുനാമി ഉണ്ടായ പ്രവാചകന്റെ സമയമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇല്ലേ? കപ്പലുണ്ടാക്കിയ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിൻ്റെയൊക്കെ ചരിത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് തൊട്ട് തലോടി എന്ന് പോകാം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാമക്ക് എന്ന് പറയുന്ന പിതാവിൻ്റെയും ഫൈസൂനത്ത് എന്ന മാതാവിൻ്റെയും മകനായിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ആരൊക്കെ? ലാമക്ക് എന്നാണ് വാപ്പയുടെ പേര്, ഉമ്മയുടെ പേര് ഫൈസൂനത്ത് എന്നാണ്. ഈ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ പേര് ഗഫാർ എന്ന് പേരിട്ടു. അബ്ദുൽ ഗഫാർ എന്ന് പേരിട്ടു. അബ്ദുൽ ഗഫാർ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഗഫാർ എന്നാണ്. പിന്നെ എങ്ങനെയാണ് നൂഹ് എന്ന പേര് വരാൻ കാര്യം? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ആ ചരിത്രം. എൻ്റെ പ്രിയമുള്ളവരെ, അബ്ദുൽ ഗഫാർ എന്ന പൊന്നുമോൻ ഒരിക്കൽ നൂഹ് എന്ന പേര് വരാൻ ചരിത്രമുണ്ട്. മഹാനായ അബ്ദുൽ ഗഫാർ എന്ന് പറയുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഒരു പുഴയുടെ തീരത്ത്, ഒരു നദിയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കാം. ഒരു നായയെ കണ്ടു. ഒരു നായ, ശുനകൻ പട്ടി നായയെ കണ്ടു. നായയെ കണ്ടപ്പോൾ ഇത് എന്തൊരു ജീവിയാണ്, നീചമാണെന്ന് കരുതി ആ പട്ടിയെ കൊല്ലാൻ വേണ്ടി കുന്തം എറിയാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് നായ തിരിച്ചു ചോദിച്ചു, അല്ല, കുന്തം എറിയുമ്പോൾ നായ ചോദിക്കാണ്, നിനക്ക് ബുദ്ധിയുണ്ടോ മനുഷ്യ? നിനക്ക് ബുദ്ധിയുണ്ടോ? കൊല്ലാൻ അധികാരമില്ലാത്ത അല്പനായ നമ്മൾ, നീ എന്താ വിചാരിച്ചേ? നീ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കളിയാക്കുക? സൃഷ്ടികൾക്ക് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ, സൃഷ്ടികൾക്ക് അധികാരം ഉണ്ടെങ്കിൽ ഞാനൊരു നായയായി ജനിക്കൂല. അപ്പൊ ജീവികളുടെ രൂപവും ഭാവവുമല്ല, അള്ളാഹ് നൽകിയിരിക്കുന്ന റൂഹിലാണ് കാര്യം. നീ പടച്ചോ നൽകിയ റൂഹിനെ കളിയാക്കുവാണോ? നിനക്ക് അങ്ങനെ കഴിയുമെങ്കിൽ എൻ്റെ കോലം നീ മാറ്റിത്താ, നല്ല കോലത്തിലാക്കിത്താ എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ സൃഷ്ടിപ്പിന്റെ ഉള്ളടക്കം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി. അബ്ദുൽ ഗഫാർ എന്ന പൊന്നുമോൻ ഒരുപാട് കരഞ്ഞ് ദയയുള്ളവൻ, അതുപോലെ കണ്ണീരുള്ളവൻ എന്ന അന്നത്തെ ഭാഷയിൽ അർത്ഥം വരുന്ന നൂഹ് എന്ന പേര് വരാൻ ആ നായ കാരണമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം എല്ലാവരും ഒറ്റ സമുദായമായ നിലയിൽ ഇങ്ങനെ ആരാധിച്ചു വരുവാണ്. എല്ലാവരും ഇങ്ങനെ ആരാധിച്ചു വരികയാണ്. ആയതിനാൽ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ആ നാട്ടിൽ കുറെ സ്വാലിഹീങ്ങൾ ജീവിച്ചിരുന്നു. നല്ല ആളുകൾ, അള്ളാഹനെ ഭയപ്പെടുന്ന, ആദം നബിയുടെ മതത്തിന് പിൻപറ്റുന്ന, മുൻകഴിഞ്ഞു പോയ ഷീസ് നബിയുടെയൊക്കെ സമുദായത്തെ പിൻപറ്റുന്ന മുൻഗാമികളായ ആളുകൾ ജീവിച്ചിരുന്നു. ആ ജീവിച്ചിരുന്ന ആളുകളുടെ പേര് വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്നിവയൊക്കെയായിരുന്നു. ഇതാണ് അവരുടെ പേരുകൾ. ഇവർ മരണപ്പെട്ടപ്പോൾ ആളുകൾക്ക് വല്ലാത്ത സങ്കടം. ശപിക്കപ്പെട്ടവനാ പിശാച് ചിന്തിച്ചു, ഈ സ്വാലിഹീങ്ങളുടെ പാത എല്ലാവരും പിൻപറ്റിയ പിന്നെ എനിക്ക് പണിയൊന്നും ഉണ്ടാവൂല, എല്ലാവരും സ്വർഗത്തിൽ, ഞാൻ മാത്രം നരകത്തിൽ. അത് വേണ്ട, നരകത്തിൽ എനിക്കും കുറച്ച് കൂട്ടുകാർ വേണ്ടേ. അതുകൊണ്ട് ഈ ഇബിലീസ് എന്ത് ചെയ്യുന്നറിയോ? ഈ ആളുകളുടെ വേദന പൾസ് മനസ്സിലാക്കി ഇബിലീസ് വന്നിട്ട് പറഞ്ഞു, അല്ല, നിങ്ങളുടെ മുൻഗാമികൾ മരിച്ചില്ലേ, നിങ്ങൾ അവരെ മറന്നുപോയി, നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ, മറന്നുപോകാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു കുന്തം കുത്തുക, നാട്ടിൽ എവിടെയെങ്കിലും ഒരു കുന്തം കുത്തുക, അതിൽ പേരെഴുതി വെക്കുക, വദ്, യഊസ്, യഊഖ് എന്നൊക്കെ പേരെഴുതി വെക്കുക. ഇവിടെ നിങ്ങൾ എന്നും വന്നതിനെ കണ്ടിട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് അവനെ മറക്കാൻ പറ്റൂല, അതൊന്നും ഓർമ്മയുണ്ടാവും എന്ന് പറഞ്ഞു. ജനങ്ങളെല്ലാം അത് ചെയ്തു, എല്ലാം ചെയ്തു. ഇത് അഡിക്റ്റായി. ഇപ്പൊ മൊബൈൽ കമ്പനിക്കാർ ചെയ്യുന്ന പോലെയാണ്. സിം ഫ്രീ ആയിട്ട് നെറ്റ്വർക്ക് നൽകി അതിന് അഡിക്റ്റായ പിന്നെ റേറ്റ് എത്ര കൂട്ടിയാലും നമ്മൾ ചെയ്യും. അതുപോലെ ഇബ്ലീസ് അത് അഡിക്റ്റായി എന്ന് കണ്ടപ്പോൾ ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ കുന്തത്തിന്റെ സ്ഥാനത്ത് ഇത്രയും മഹത്വമുള്ള ആളുകളെ കണ്ടാണേ, നിങ്ങൾക്ക് അത്രേ അവരുള്ളൂ, അത് മോശമല്ലേ? അതുകൊണ്ട് അവരെ രൂപം നിങ്ങൾക്ക് അറിയാലോ, അതുണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ കുന്തം ഇരുന്ന സ്ഥലത്ത് പ്രതിമകളായി, അതിൽ പേരെഴുതി വെച്ചു. അവർ വന്നു കണ്ടു. കുറച്ചു നേരം അതിനും ആളുകൾ അഡിക്റ്റായി എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, അല്ല, നിങ്ങൾ ഈ വല്ലപ്പോ ഈ എന്നും വന്ന് എവിടെയെങ്കിലും വന്ന് കണ്ടിട്ട് പോയാൽ മതിയോ? അതല്ലല്ലോ അവർ ചെയ്ത
ചെയ്ത മാതൃക നിങ്ങൾക്ക് എന്നും അവരെ ഓർക്കണ്ടേ, എപ്പോഴും ഓർക്കണ്ടേ. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഓരോ രൂപങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് ആളുകൾ അംഗീകരിച്ചു. എല്ലാവരുടെ വീട്ടിലും ഓരോ ബിംബങ്ങളായി. അതിനും അഡിക്റ്റായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം അവരിങ്ങനെ കണ്ട് 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 അതിന് അഡിക്റ്റായി. ഇബ്ലീസ് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇത് മതിയോ? നിങ്ങൾക്ക് നന്ദിയുള്ളവരാകണ്ടേ? നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരല്ലേ? നിങ്ങൾ സുജൂദും കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങളെ ബിംബാരാധനയിലേക്ക് എല്ലാം എന്ത് ചെയ്തു? ശപിക്കപ്പെട്ടവനായ പിശാച് നന്നായി ക്ഷണിച്ചു വന്ന് അങ്ങനെ എല്ലാത്തിനും. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരിക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രവർത്തനങ്ങൾ കണ്ടു വല്ലാതെ വെറുത്തയാള, ഇതിനൊരു അറുതി വരുത്തണമെന്ന് ആഗ്രഹിച്ച ആള്, അതിനുവേണ്ടി ദുആ ചെയ്തയാള്, ആയാളെ തന്നെ അള്ളാഹു പ്രവാചകനാക്കി മാറ്റിയെന്നാണ്. 40-ാമത്തെ വയസ്സിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വഹി ഇറക്കി കൊടുത്തു. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആര്? അള്ളാഹുവിന്റെ പ്രവാചകനായി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ചു എന്ന ചരിത്രത്തിൽ കാണാം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഉപദ്രവിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ ഉപദ്രവം കണ്ടു എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഒരു അക്രമമേറ്റ പ്രവാചകനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ആളുകൾ പറഞ്ഞു, നബിയെ നൂഹെ, നീ ഞങ്ങളെപ്പോലെ മനുഷ്യനാ, അള്ളാഹ് നിന്നെ വെറുതെ പറയാ നീ പ്രവാചകനാണെന്ന്. പ്രവാചകനാണെങ്കിൽ അസാമാന്യമായ കഴിവുള്ള ആളുകളെ കൊണ്ടുവരണം. നീ ഞങ്ങൾക്കിടയിലുള്ളവനാ, നീ പ്രവാചകനല്ല. രണ്ടാമത് പറഞ്ഞു, നിന്നെ വഴികേടിലായിട്ട് നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അത്രമാത്രം ഉപദ്രവിച്ച് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10 തവണ ബോധം കെടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നൂഹ് നബി ഒരു ദിവസം 10 തവണ ബോധം പോവും. അടി കൊണ്ടിട്ട് ആളുകൾ ഉപദ്രവിച്ചിട്ട്. നമ്മൾ വിചാരിക്കും ഒരു എല്ലും തോലുമായ ആളാണ് നൂഹ് നബി, ബോധം പോകും. അല്ല, നൂഹ് നബിയുടെ ശരീരത്തെ ഘടനയെ പറ്റി ചരിത്രത്തിൽ കാണാം. നല്ല ഉയരമുള്ളയാളാണ്, ശരീരത്തിൽ മാംസം തടിയുള്ളയാളാണ്, വലിയ കണ്ണുകളാണ്, ശരീരത്തെ രോമകൂപങ്ങൾ കൂടിയാളാണ്. അത്രമാത്രം ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ 10 തവണ അക്രമികൾ അടിച്ച് ബോധം കെടുത്തുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം ത്യാഗം അനുഭവിച്ചിരിക്കും. എത്ര ഉപദ്രവിച്ചിട്ടും മാറിയില്ല. ജനങ്ങളെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഇങ്ങനെ ക്ഷണിക്കാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണ്, അത് നിങ്ങൾ മാറണം. ഇങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു നേട്ടങ്ങൾ 5 എണ്ണമാണ് തരിക. 1, ധാരാളം മഴ വർഷിക്കും. നിങ്ങൾ തൗബ ചെയ്യണം. തൗബ വർദ്ധിപ്പിച്ച അള്ളാഹ് മഴ തരും. 2, ധനങ്ങൾ അള്ളാഹ് തരും. 3, സന്താനങ്ങളെ തരും. 4, തോട്ടങ്ങളെ തരും. 5, ഒഴുകുന്ന അരുവികൾ നിങ്ങൾക്ക് തരും. ഇതെല്ലാം അവർ നിഷേധിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടും ജനങ്ങളെ കേൾക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങൾ ഇങ്ങനെ പ്രബോധനം ചെയ്യാണ്. എത്രത്തോളം 900 വർഷം പ്രബോധനം നടത്തി. 900 വർഷം പ്രബോധനം നടത്തി. അപ്പൊ എത്രയാണ്? 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, 900 വർഷം പ്രബോധനം നടത്തി, 10 വർഷം പ്രളയത്തിന് ശേഷം പ്രബോധനം നടത്തി. അങ്ങനെ 950 വർഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് എന്നാണ്. ഈ ജനങ്ങളെ 950 വർഷം ക്ഷണിച്ചിട്ടും വെറും 9 പേരാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പ്രിയമുള്ളവർ, ദിവസം കഴിയും തോറും ഉപദ്രവം കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവൻ ഇത് വല്ലാത്ത അവസ്ഥ, ആരും വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് അള്ളാഹ് പറഞ്ഞു, ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന. നബിയെ, ഇവർ വിശ്വസിക്കുന്നവരൊന്നുമല്ല. ഇത് നബി തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഷമിപ്പിച്ചപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, തമ്പുരാനെ, ഇവരെ നീ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഒരു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പർവ്വതത്തിന്റെ മുകളിൽ കപ്പലുണ്ടാക്കാം. ജനങ്ങൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞില്ലേ നൂഹിന് പ്രാന്താന്ന്. സാധാരണ കപ്പൽ ഓടുന്ന വെള്ളത്തിലല്ലേ, ഇത് മലയുടെ മുകളിലാ കപ്പലുണ്ടാക്കിയേക്കുന്നേ. എന്തായി പറയണേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന കള്ളപ്രവാചകന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കി എന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ പരിശുദ്ധമായ കപ്പലുണ്ടാക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു തൈ കൊണ്ടുവന്നു കൊടുത്തു. ഒരു ചെറിയ തൈ, ഒരു സസ്യം, അത് തേക്കായിരുന്നു എന്നാണ് പ്രബലമായ അഭിപ്രായം. തേക്കിന്റെ തൈ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് റിപ്പോർട്ടുകൾ കാണാം. ആ തേക്കിൻ തൈ നട്ടു, അത് പൊടിച്ചു, അത് വളർന്നു. ആ മരത്തിന്റെ തടിയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിന് ഉപയോഗിച്ചത്. ഇന്നും തേക്കിൻ തടിക്ക് ഡിമാൻഡ് കൂടുതലല്ലേ, അത് സ്വർഗത്തിൽ കൊണ്ടുവന്ന തടിയാണ് എന്ന് ചില ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വെള്ളമില്ലാത്തടത്ത് പടുകൂറ്റൻ കപ്പലുണ്ടാക്കി ആളുകളൊക്കെ കളിയാക്കി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ വെറുതെ വിട്ടില്ല. നൂഹ് നബി പകല്
കപ്പലുണ്ടാക്കും, രാത്രി ആളുകൾ പൊളിക്കും. ഇതിങ്ങനെ നിരന്തരമായി വന്നപ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ കൽപ്പന, നബിയെ ഒരു നായയെ കാവൽ നിർത്തുക. ലോകത്താദ്യമായി നായയെ കാവലിന് വെച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് കാണാം. കപ്പലിന് വേണ്ടി, കപ്പല് കാക്കാൻ വേണ്ടി നായയെ കൊണ്ടുവന്നു. അങ്ങനെ കപ്പലിന്റെ പണി പൂർത്തിയായി. കപ്പല് പണി പൂർത്തിയായി ഒരു ദിവസം പകല് വന്ന് അതിന്റെ മെയിൻ്റനൻസ് പണിയൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോയി. രാവിലെ വന്ന് നോക്കുമ്പോ ആളുകളെല്ലാവരും പണി കഴിഞ്ഞ കപ്പലിന്റെ അകം കാഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, കപ്പല് പണി ഏകദേശം പൂർത്തിയായി. ആ പൂർത്തിയായ കപ്പലിനകത്തും മുഴുവനും കാഷ്ടവും മൂത്രവും നിറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആളുകള് കാഷ്ടിച്ചു വെച്ചു. എല്ലാവരുടെയും കക്കൂസാക്കി മാറ്റി. ദുർഗന്ധം കാരണം അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റണില്ല. നൂഹ് നബിക്ക് വല്ലാത്ത വിഷമായി. അവർ സംഭവം അല്ലാഹ് കൊടുത്തു. ആ നാട്ടിൽ വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗം കൊടുത്തു. ചൊറിഞ്ഞിങ്ങനെ ശരീരം മൊത്തം പൊട്ടി വികൃത രൂപമാണ്. എവിടെയെല്ലാം മരുന്ന് കഴിച്ചിട്ട് മരുന്ന് മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാള്, ഈ രോഗം ബാധിച്ച ഒരാൾ രാത്രി നൂഹ് നബിയുടെ കപ്പലിലേക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി വന്നു. ആളുകൾ കക്കൂസായിട്ട് ഉപയോഗിക്കല്ലേ. അള്ളാന്റെ പരീക്ഷണം നോക്കണം. അള്ളാഹ് വിചാരിച്ച എന്ത് നടക്കും. ആ മനുഷ്യൻ ഇങ്ങനെ കക്കൂസ് ഇങ്ങനെ കാഷ്ടിച്ചു കൊണ്ടിരുന്നപ്പോ കാല് തെറ്റി നേരെ അതിനകത്ത് വീണു. ആലോചിച്ച് നോക്കിയേ, കക്കൂസിന്റെ കുഴി, സെപ്റ്റിക് ടാങ്കിലേക്ക് ഒരാൾ വീണ കോലം പറയാനുണ്ടോ? ഈ മനുഷ്യൻ നേരെ അങ്ങ് അടിയിലേക്ക് പോയി. പലരും വന്ന് കാഷ്ടിക്കുന്ന സ്ഥലമാണ്. നേരെ അടിയിലേക്ക് പോയി. എങ്ങനെയോ പിടിച്ച് വെളിയിലിറങ്ങിപ്പോയി നദിയിൽ പോയി കുളിച്ചു. വെള്ളം കൊണ്ടുവന്ന് കുളിച്ചപ്പോ ഇദ്ദേഹത്തിന് അസുഖങ്ങളെല്ലാം മാറി. പിറ്റേന്ന് അങ്ങാടി ചെന്നപ്പോൾ ആള് ചോദിച്ചു, അല്ല നിന്റെ വെള്ളപ്പാണ്ട് അങ്ങോട്ട് പോയി, ഈ രോഗങ്ങൾ സൗന്ദര്യം ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ, എങ്ങനെയാ? അപ്പൊ പറഞ്ഞു, നൂഹ് എന്ന് പറയുന്ന ആ മനുഷ്യനില്ല, അവന്റെ കപ്പലിലേക്ക് ചെന്ന് വീണതാ. ഇത് കേട്ടതും ആളുകൾ എന്ത് ചെയ്തു? നേരെ കപ്പലിലേക്ക് ഓടി. അപ്പൊ ആരൊക്കെയാണോ കാഷ്ടിച്ച് വെച്ചത് അവരെ കൊണ്ട് തന്നെ അള്ളാഹു കപ്പൽ ക്ലീനാക്കിയെന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ സാധനം തീർന്നു. ഈ കാഷ്ടം മൊത്തം നിറഞ്ഞിരുന്ന കാഷ്ടം മൊത്തം ഇവരെ കൊണ്ട് തുടച്ചല്ല വടിച്ചു. ചില ആളുകൾക്ക് അറിയാൻ വൈകി, വന്നപ്പോഴേക്ക് കപ്പൽ ക്ലീനായി. പിന്നെ ആ കാഷ്ടത്തിൽ മുങ്ങിക്കുളിച്ച ആളുകളെ കെട്ടിപ്പിടിച്ചവരുണ്ട് എന്നാണ് ചരിത്രം പഠിപ്പിക്കുക. അത്രമാത്രം അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹായിച്ചു എന്നാണ്. അങ്ങനെ കപ്പൽ പഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല നൂഹ്, എപ്പോഴാണ് ഇനി നിന്റെ പറഞ്ഞ പ്രളയം വരിക, പരീക്ഷണം വരിക? ചരിത്രത്തിൽ കാണാം, കപ്പലിന്റെ നീളം 1200 മുഴം നീളം, 600 മുഴം വീതി. അത് മത്സ്യത്തിന്റെ രൂപമായിരുന്നു. മത്സ്യത്തിന്റെ ഷെയ്പ്പായിരുന്നു കപ്പലിന്റെ രൂപമെന്ന് ചരിത്രത്തിൽ കാണാം. തലയുടെ ഭാഗം പക്ഷിയുടെ തല പോലെയും, നടുഭാഗം അരയന്നം പോലെയും, പിൻഭാഗം പ്രാവിന്റെ വാല് പോലെയും ആയിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാം. കപ്പലിന് 3 തട്ടുകൾക്കാണ്. 3 തട്ടുകളാണ്. ഒരു തട്ട് മനുഷ്യന്, അത് ഒരു തട്ട് പറവകൾക്ക്, ഒരു തട്ടുകൾക്ക്, ഒരു തട്ട് ജീവജാലങ്ങൾക്ക്. അങ്ങനെ എല്ലാ ജീവജാലങ്ങൾ ഇണയെയും തുണയെയും കൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ പുറപ്പെടാൻ പോവാണ്. അള്ളാന്റെ പരീക്ഷണം കടന്നു വന്നു. അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി. അടുപ്പ് കത്തിക്കുമ്പോൾ വെള്ളം വരുന്നു. ടാപ്പ് തുറന്നതുപോലെ, പൈപ്പ് പൊട്ടിയതുപോലെ വെള്ളം വന്നിട്ട് ഒരു രക്ഷയുമില്ല, പിടിച്ചിട്ട് നിൽക്കണില്ല. നാട് മൊത്തം വെള്ളം, പ്രളയം വന്നു. ലോകത്താദ്യമായി പ്രളയം വന്ന നൂഹ് നബിയുടെ കാലത്താണ്. പ്രളയം വന്നപ്പോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഇണകളും തുണകളുമായി കപ്പല് പുറപ്പെടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പല് പർവ്വതത്തിന്റെ മുകളിൽ വെള്ളം എത്തുമ്പോൾ ആ നാട് വെള്ളത്തിൽ താന്നു കാണൂലേ? അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ കാര്യം മനസ്സിലായത്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പല് മുന്നോട്ട് നീങ്ങാൻ കുറേ നേരം ചെന്നപ്പോ വിസർജ്യ വസ്തുക്കളെ കൊണ്ട് കപ്പൽ നിറയാൻ തുടങ്ങി. ഏറ്റവും ബുദ്ധിമുട്ടായത് ആനയുടെ കാഷ്ടം, ആനപ്പിണ്ടം ഇല്ലേ, അത് വലിയ ബുദ്ധിമുട്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പടച്ചവനെ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം, ഇതിനൊരു പരിഹാരം കാണണം. ആ സമയത്ത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിപ്പ് കൊടുത്തു, നബിയെ ആ ആനയുടെ വാല് പിടിച്ചൊന്ന് വലിക്കാൻ പറഞ്ഞു. ആനയുടെ വാല് പിടിച്ചൊന്ന് വലിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആനയുടെ വാല് പിടിച്ച് വലിച്ചപ്പോൾ അതിന്റെ പിൻഭാഗത്ത് നിന്ന് 2 പന്നികൾ ചാടിയെന്നാണ്. പന്നികൾ അല്ലാഹു കൊടുത്തു എന്നാണ്. ആ പന്നികൾ ആനയുടെ കാഷ്ടം തിന്നു. പന്നികളെ ആനയുടെ കാഷ്ടം തിന്നു. സുബ്ഹാനല്ലാഹ്. ആ പന്നിയുടെ കാഷ്ടത്തിൽ നിന്നും അള്ളാഹു എലികളെ സൃഷ്ടിച്ചു. ആ പന്നിയുടെ കാഷ്ടത്തിൽ നിന്ന് എലിയെ സൃഷ്ടിച്ചു. എലി കപ്പൽ തുരക്കുമോ എന്ന് അള്ളാഹുവിന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത പേടി. കപ്പൽ തുളച്ചാലോ? റബ്ബിന്റെ അടുത്ത ഇടപെടൽ. അവിടെ നിൽക്കുന്ന സിംഹത്തിന്റെ നെറ്റില് തടവാൻ പറഞ്ഞു. സിംഹത്തിന്റെ നെറ്റ് തടകിയപ്പോ പൂച്ച വന്നു. പൂച്ചയും സിംഹവും കടുവയ്ക്ക് ഒരേ രൂപമല്ലേ? അപ്പൊ ആ ജിൻസിൽപ്പെട്ടതാണ്, ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അള്ളാഹ് സിംഹത്തിന്റെ തലയും തടകാൻ പറഞ്ഞു. അതിൽ നിന്ന് പൂച്ച വന്നു എന്നാണ്. അങ്ങനെ ആദ്യമായി കപ്പലിൽ കയറിയത് തത്തയാണ്. അവസാനം കപ്പലിൽ കയറിയത് കഴുതയുമാണ്.
മനസ്സിലാക്കണം. തത്ത മനുഷ്യനെ ഇണങ്ങാൻ കാര്യം എന്തേ? നൂഹ് നബിയുടെ കപ്പൽ ആദ്യം കയറി തത്തയാണ്, പിന്നെയാണ് മനുഷ്യൻ പോലും കയറിയത്. അവസാനം കയറിയത് കഴുതയുമാണ്. അങ്ങനെ എൻ്റെ പ്രിയമുള്ളവർ, പരിശുദ്ധമായ കഅബയിൽ പോയി തവാഫ് ചെയ്തു, ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവസാനം ജൂദീയ പർവ്വതത്തിൽ കപ്പൽ നങ്കൂരമിട്ടു എന്നാണ്. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാക്കയെ വിളിച്ചിട്ട് പറഞ്ഞു, കാക്ക, പറന്നു പോണ കാക്കയില്ലേ, കാക്കയോട് പറഞ്ഞു വെള്ളം ഇറങ്ങി നോക്കാൻ പറഞ്ഞു. ഈ സാധനം ഇങ്ങനെ പറന്ന് പോയി ശവങ്ങൾ കണ്ടപ്പോൾ നൂഹ് നബി പറഞ്ഞു വിട്ട കാര്യം പറഞ്ഞു, ഈ ശവങ്ങൾ കുത്തി തിന്നു, വരാൻ ലേറ്റായി. നൂഹ് നബിക്ക് വല്ലാത്ത ദേഷ്യമായി പോയി. അങ്ങനെ അതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അന്ന് മുതൽ കാക്കയ്ക്ക് ഭയമാണ്. നമ്മൾ ചിന്തിച്ചു, എത്ര കാക്ക നമ്മൾ കയ്യും നോങ്ങി അപ്പോഴേ പറന്നു പോകും. എത്ര ദൂരം ആണെങ്കിൽ പോലും കയ്യൊന്ന് ഉയർത്തിയാൽ മതി, കാക്കയ്ക്ക് ഭയങ്കര പേടിയാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും. ആ പേടി നൂഹ് നബിയുടെ പ്രാർത്ഥനയാണെന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമതൊരു പ്രാവിനെ വിട്ടു. പ്രാവ് നേരെ പോയി പരിശുദ്ധമായ ഹറമിൽ പോയി മണ്ണ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പറഞ്ഞു മനസ്സിലായി, വെള്ളമൊക്കെ താഴ്ന്നിട്ടുണ്ട്. അതുപോലെ തൂരിസീന പർവ്വതത്തിലെ മരത്തിന്റെ ഒരു ഇലയും അള്ളാഹ് കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. അതിന് പകരം പ്രാവ് ചോദിച്ചത്, നബിയെ, ഞാൻ ഇത്രയേറെ സഹായം ചെയ്തു തന്നില്ല, അതുകൊണ്ട് എൻ്റെ കഴുത്തിൽ ആഭരണവും കാലിൽ ഒരു ചുമന്ന ചായവും നൽകണം. എല്ലാ പ്രാവിന്റെ കഴുത്തിൽ ഒരു മാല പോലൊരു വളയം കാണും, കാല് ചുവപ്പും കാണാം. ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മാനമായി കൊടുത്തതാണ് എന്ന് ചരിത്രത്തിൽ കാണാം. അത് മാത്രമല്ല, ആ സന്താന പരമ്പരകൾക്ക് വേണ്ടി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു എന്നാണ്. പ്രാവിന് ഹറമില് ഭക്ഷണം കൊടുക്കാറുണ്ട് അല്ലേ? അതിന് കുറേ സംഭവങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, ഹറമിൽ പോയി മണ്ണ് വാങ്ങിക്കൊണ്ടുവന്നതിന് കാരണം, അതിന് പ്രതിഫലമായി ഇന്നും ആ ഹറമിന്റെ പരിസരത്ത് പ്രാവുകൾക്ക് പ്രത്യേക പദവി നൽകുന്നുണ്ട് എന്ന് കിതാബുകൾ കാണാം. അങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രളയത്തിന് ശേഷം 10 വർഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുകയും 950 വർഷമായപ്പോൾ വയറ്റിൽ ഒരു രോഗം ബാധിച്ചു. ആ രോഗത്തോടെ മഹാൻ വഫാത്തായി എന്നും പരിശുദ്ധമായ മക്കയുടെ ഹറമിന്റെ ഭാഗത്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖബറടക്കപ്പെട്ടത് എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ. 950 കൊല്ലം ജീവിച്ചത് കൊണ്ട് ഷെയ്ഖുൽ അംബിയ എന്ന പേര് വരാനും കാരണമായി എന്നൊക്കെ കാണാം. ഇതിന്റെ ഒരുപാട് വിശാലമായ ചർച്ച ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്‌ലിസ് ഉണ്ട്. അതിൽ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ പാടി പറയലാണ്. അതിന്റെ ലിങ്ക്, ആ ചാനലിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ കയറിയാൽ ഒരുപാട് പ്രവാചകന്മാരുടെ, മഹാന്മാരുടെ മഹതികളുടെ ചരിത്രം കാണാം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ബദറിൻ തീരം എന്ന ആത്മീയ മജ്‌ലിസ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.